ഞങ്ങൾ ഹോട്ടൽ കയറിയിരിക്കുന്നു. 79 രൂപയിലെ സ്റ്റാർട്ടിംഗ് റേറ്റ്. സാരീസ് വെറും 99 റുപ്പീസ്, വെറും 125 രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ്. സിൽക്ക് സാരി 250 രൂപയാണ് സ്റ്റാർട്ടിങ്. ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഡ്രസ് ഇല്ല കേട്ടോ. കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ എവിടെ ഉള്ളത്? അതിന്റെ മുന്നേ 10 മണിക്കൂർ ട്രാവല് മാത്രല്ല, ലഗേജും പോയി, എല്ലാം പോയി കിടക്കണം. എന്റെ പെട്ടി മൊത്തം പോയിട്ടുണ്ട്, അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കൊച്ചിയിലാണ് കിടക്കില്ല, നാളെ എത്തുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇന്നൊരു പരിപാടി ഉണ്ട്. വരുമ്പോ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂറത്ത് എന്തിനാ ഫേമസ്? ഒരു ഡ്രസ്സുകളുടെ അതെ, അതായത് ഡ്രസ്സുകളുടെ സംഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റ്. അതെ, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ഉള്ള വീഡിയോ ആണ്. പിന്നെ നമ്മൾ കണ്ടില്ലേ ഈ ഒരു ഷോപ്പുകളൊക്കെ, അതിലെ മെയിൻ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. അതാണ് പേര് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അതായത് അജ്മീറ ഫാഷനില് അല്ലെ, ചെറിയ ചെറിയ കുറച്ച് പൈസക്ക് തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം. അതെ, നമ്മുടെ അവിടുത്തെ നാട്ടിലുള്ള ഷോപ്പുകളിലൊക്കെ ഇവിടുത്തെ സാധനമാണ് എത്തുക. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഇന്ന് വരാൻ വേണ്ടി പോകുന്നത്. വേറൊരു ഗുണം കൂടെ ഉണ്ട്. വൈഫിന്റെ അതേ ഡ്രസ് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗുണാട്ടോ. കാര്യം എന്താ പറഞ്ഞാല്, ഇപ്പൊ ഇത് പോയിട്ട് ഇവിടെ ബാഗിൽ 2-3 ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഡ്രസ്സൊക്കെ അതിലായിരുന്നു ഇവിടുന്ന് ഇടാൻ വിചാരിച്ച ഡ്രസ്സൊക്കെ. അപ്പൊ അതൊക്കെ അവിടെ ലോക്കായി. കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ ഇവിടെ ഡ്രസ് ഹാപ്പി അല്ലേ? അടിച്ചാല് ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങല്ലേ. എനിക്ക് അവിടെ പോയിട്ട് അതിന്റെ വില നിലവാരം കാണാൻ വേണ്ടിട്ട് കൊതിയായി ആണല്ലേ. ഓക്കെ, നമ്മള് കല്യാണം വരുന്നുണ്ട്, അപ്പൊ അതിലേക്കുള്ളത് കൂടി വേണമെന്ന് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമുക്ക് ആദ്യം ഒരു ഓട്ടോ പിടിക്കാം. ഓട്ടോ എവിടെ എന്ത് അജ്മീറെ കണ്ടോ? അതെ, കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഈ ഭാഗത്താട്ടോ ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചത്. ഇന്ന് റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്താ. നമുക്ക് ഇത് ഓട്ടോ നോക്കാം. ഞങ്ങൾ ഹോട്ടൽ കയറിയിരിക്കുന്നു. ആണല്ലേ, എന്നാ നമുക്ക് കാർ ഇനി എടുക്കണ്ടല്ലോ ഷോറൂമിന്ന്. ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അല്ലേ. ഓ യാ, ഇറക്കും 50 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. പുള്ളി നല്ലൊരു ആള് അല്ലേ. കേറുമ്പോ തന്നെ പള്ളി 50 രൂപ. വെറുതെ പറഞ്ഞിരുന്നു. भैया गूगल पे आपका नाम? मोहम्मद तौफीक. ओके, नाइस. थैंक यू. हाँ, केरला गया. ओके बाय. അപ്പൊ നമ്മള് അജ്മീർ ഇത് കണ്ടില്ലേ, ഡ്രസ്സിന്റെ ലോഗോ അല്ലേ മറിയ? ഡ്രസ്സിന്റെ ലോകം, അതും ബ്രൈഡലിന്റെ ആയിക്കോട്ടെ മറ്റേതായിക്കോട്ടെ. വിളയാട്ടം ഇതാ കണ്ണെത്തണില്ല അല്ലേ മുകളിലേക്ക്. അങ്ങനെ നമ്മളിപ്പോ ഇതാ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാ റെഡി അല്ലേ? ഇതാ നമുക്ക് പുതിയ ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. നീതു. അപ്പൊ നീതു വന്നിട്ട് ഉള്ളിലേക്ക് കടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീതു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ. നിനക്കുള്ള സാധനം കേട്ടോ ഓൾറെഡി. അപ്പൊ ഫസ്റ്റ് നമുക്ക് എവിടെ പോകേണ്ടത്? ഫസ്റ്റ് വേണമെങ്കിൽ അല്ല അതിന്റെ മുന്നേ ഫസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ല വേണമെങ്കിൽ എന്റെ നമുക്കുള്ളതൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്, നമുക്കുള്ളതുണ്ട്. അപ്പൊ എന്നാ അതും കൂടിയായി. ഏത് ഇനി 10 വേറെ സ്ഥലം നോക്കണ്ടല്ലോ, അതുകൂടി ഇവിടുന്ന് തീർത്തേക്കാം. ഒക്കെ ചെറിയ ചെറിയ പൈസക്കേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങക്ക് കാണിച്ചു തരാം അല്ലെ. കാണിച്ചു കൊടുക്കല്ലേ? നീതു റെഡിയാണ്, മറിയം റെഡിയാണ്. ഇത് ഫസ്റ്റ് സെക്ഷൻ ആട്ടോ. അത് ഫുള്ള് ആൾക്കാരാണ് വാങ്ങാൻ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം? അടിപൊളി. സൂറത്ത് ജീവിതം അടിപൊളി അല്ലേ? നീതു ഇവിടെ സെറ്റിൽ ആട്ടോ. നീതു നമുക്ക് ഇന്ന് ഫുള്ള് കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടെ ഇതേപോലെ വാങ്ങാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതേപോലെ അവരുടെ ലാംഗ്വേജ് ഉള്ള അല്ലെ അസിസ്റ്റൻസ് കിട്ടും അല്ലെ? നമുക്ക് ഓൾ ലാംഗ്വേജ് ഉള്ള ആൾക്കാരെ കിട്ടും. മലയാളമാണോ, തമിഴ് വേണോ, തെലുങ്ക് വേണോ, കന്നഡ വേണോ, തമിഴ് വേണോ, ഹിന്ദി വേണോ, ഗുജറാത്തി വേണോ, മറാഠി വേണോ, എന്ത് വേണമെന്നുണ്ടെങ്കിലും കിട്ടും. യെസ്, ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിൽ എവിടുന്ന് തുടങ്ങും? നീ പറ, എത്ര രൂപന്റെ പറഞ്ഞെടുക്ക്.
680 രൂപ മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. 680 രൂപ മുതൽ 45,000. നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഒക്കെ 5,000 10,000 ഒക്കെ ആയിരിക്കില്ലേ? 680 രൂപ മര്യാദക്ക് ഫുഡ് കഴിക്കാൻ നമ്മളൊരു ഹോട്ടലിൽ കയറി 650 റുപ്യ പോരാ. സോ അതേ സ്ഥലത്താണ് നമുക്ക് ലെഹങ്ക വരെ കിട്ടുന്നത് അല്ലെ? സാധനമൊക്കെ നോക്കിയാ വാ ഒരു സാധനം കാണിച്ചിട്ട് ഇതല്ലേ സി എല്ലാം ക്വാളിറ്റി ഒക്കെ കിഡിലും ക്വാളിറ്റി സാധനമാണ്. എങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ? ഇതിന്റെ ക്വാളിറ്റി വൈസ് അല്ല, ഇതിന്റെ പ്രൈസിംഗ് ആണ് ഞാൻ നോക്കുന്നത്. പ്രൈസിംഗ് 680 രൂപക്കൊക്കെ എങ്ങനെ കിട്ടാനാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, അതായത് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ടിങ് അല്ലേ ചീപ്പ് സാധനം തന്നെ 5,000 ഒക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലല്ലേ, എന്നിട്ട് ലക്ഷക്കണക്കിന് ഒരു 2 ലക്ഷം അല്ലെ ഇതിനൊക്കെ ഇല്ലേ ലെഹങ്ക അല്ലെ? അത്രക്ക് വരുന്നില്ലേ? നമ്മള് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ഒരു മിനിമൽ സാധനത്തിന് ഒരു 30,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഹങ്ക 30,000-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണോ? അതിലാണ് ഇവിടെ 680 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ 25,000-ന്റെ സാധനം എങ്ങനെ ഉണ്ടാവും? ലക്ഷങ്ങളായ സാധനം. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഇപ്പുറത്തൊക്കെ ഇതിന്റെ സെക്ഷൻ ആട്ടോ. ഇത് മൊത്തം ഈ ഭാഗത്ത് കാണിച്ചിടാം. എനിക്ക് എല്ലാം ഇടാൻ വേണ്ടിട്ട് നീതുവിന് ഒരു അവസരമില്ലാതെ നീതു ഇവിടെ നിൽക്കുന്നുണ്ട്. പല പല ടൈപ്പ് സാധനങ്ങളാട്ടോ, കണ്ടില്ലേ? അത് എടുത്ത് പൊങ്ങണില്ല. അതെങ്ങനെയാണ് കിട്ടുക? യെസ്, ഈ കൂടി പിടിച്ച് പൊക്കി തരണ്ടല്ലേ? സത്യം പറഞ്ഞ് നിങ്ങളെ ഗേൾസിന് സമ്മതിച്ചു തരണം കേട്ടോ. ഗേൾസിന് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഇട്ട് നിക്കണ്ടല്ലേ കല്യാണത്തിന്? ഹോൾ ഡേ സമ്മതിക്കണം. ഓ ഇതൊക്കെ കിട്ടില്ല സാധനങ്ങൾ അല്ലേ? വാവ്, പൊന്നു മക്കളെ വർത്താണ്. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടത്തെ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടോ. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് സ്യൂട്ട് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇത് കിടക്കുന്നത് ഈ ഒരു സെക്ഷനാണ്. ഇത് എത്ര വരുന്നത് ചാർജ്? വെറും 79 രൂപയിലെ സ്റ്റാർട്ടിംഗ് റേറ്റ്. 79. എന്റെ പൊന്നു മോനെ, എത്ര നമുക്ക് ബഡ്ജറ്റ് എത്ര വെട്ടി കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ ഇത് മാത്രല്ല കേട്ടോ, അത് നോക്കി നമുക്ക് സിമ്പിൾ വേണം. അതിന്റെ വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. മെറ്റീരിയൽസ് ഇതൊക്കെ അല്ലേ? ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വെറും നമ്മൾ സാധാരണക്കാർക്കും ഈസി ആയിട്ട് ബിസിനസ് തുടങ്ങാവുന്ന രീതിയിലാണ് നമ്മുടെ റേറ്റും കാര്യങ്ങളും. അതെ, നിങ്ങള് ഇങ്ങനെ മറ്റേ ഇത് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡ്രസ്സിന്റെ ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും അല്ലെ? ഓർഡർ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് റീസെല് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. ഓൺലൈനും ഓർഡർ ചെയ്യാം പറ്റില്ല. വരണമെന്നൊന്നുമില്ല. വീട്ടിൽ ചെയ്ത് വീഡിയോ കോൾ ചെയ്യുന്ന വേണ്ടി വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് പ്രോഡക്റ്റ് ആണ് അതിനുള്ള ഓപ്ഷൻ. ഇങ്ങ വേറെ വേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് അപ്പൊ ഇത് 79 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിരിയാണിക്ക് കൊടുക്കാൻ 120 റുപ്യ. ഒരു ബിരിയാണിക്ക് 120 റുപ്യ. അതല്ല പറഞ്ഞ സാധാരണക്കാർക്കും ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും ഈ ഡ്രസ്സിന്റെ ബിസിനസ്സിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ശരിക്കും ഡ്രസ്സുകൾക്ക് ഇതാ ഇത്ര സംഭവങ്ങളാ വരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഇത്ര വരുന്നുണ്ട്. ബിസിനസ് തുടങ്ങാൻ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി വെച്ച മക്കളെ പറ്റിയ സാധനമാണ്. ഓക്കെ, അജ്മീറ ഫാഷൻ മറക്കണ്ട. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എവിടേക്കാ പോകുന്നത്? നമുക്ക് ഈ സെക്ഷൻ തീർന്നിട്ടില്ല. ഇനി അങ്ങോട്ട് നമ്മുടെ സൂട്ട് മെറ്റീരിയൽ സെക്ഷൻ തന്നെയാണ്. ആണല്ലേ? വേറൊരു കാര്യം എന്താ അറിയോ, ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പറ്റെന്താ പറയുക, ഓരോ സെക്ഷൻ കഴിയുമ്പോ എക്സൈറ്റഡാ. മോർ അടുത്തത് എന്താന്ന് അറിയാനുള്ള ഒരു സാധനം. ഞാൻ ഇത്രയും നാൾ ഇവിടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് തന്നെ ഡൗട്ട്സ് ആണ്, എവിടെ പോണം, എന്തെടുക്കണം. അത് സത്യമാട്ടോ. കാരണം നമ്മൾ ഈ സെക്ഷനിലേക്ക് പോയിട്ട് ഇവിടെ കിഡ് സെക്ഷൻ ചോദിച്ചിട്ട് ഓളിങ്ങനെ കറങ്ങി കളിക്കുന്നത്, ഞാൻ അവിടെ ചോദിക്കുന്നത് ഇവിടെ ചോദിക്കുന്നത്, ഓൾക്ക് വരെ കളിപ്പിച്ചത്. കാരണം അത്രയും സെക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് വന്നിട്ട് കുർത്തീസ്. ഇവിടെ നമുക്ക് ബുട്ടീക് കളക്ഷൻ ആണ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 പീസിന്റെ ദുപ്പട്ട, ബോട്ടം ആൻഡ് ടോപ്പ്. നോക്കട്ടെ, ഇതും നമ്മുടെ സ്റ്റാർട്ടിങ് 79 രൂപ. ഇതും 79 റുപ്യാണ് സ്റ്റാർട്ടിങ്. എനിക്ക് വയ്യ അല്ലേ? സ്പെഷ്യൽ ബൂട്ടിക്കൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാ. നമുക്ക് ഓരോ സെക്ഷനും നമുക്ക് 10,000-ൽ-ഏറെ ഡിസൈൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഓരോ സെക്ഷൻ. ഇപ്പൊ ഇവിടെ കുറച്ച് ഇതായിട്ട് കിടക്കുക. കാരണം കസ്റ്റമേഴ്സ് ഇപ്പൊ വന്ന് പർച്ചേസ് കഴിഞ്ഞിട്ട് വന്ന കാരണമാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് കാണിക്കാം കേട്ടോ. എല്ലായിടത്തും അവിടെ വരുമ്പോ നമ്മൾ ആ റിസപ്ഷന്റെ ഭാഗം നോക്കിയാലേ എവിടെയാണെന്നല്ലേ ഫുള്ള് ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ മലയാളീസ് ആവുമ്പോ നമുക്ക് റേറ്റുകൾ അറിയാൻ ഭയങ്കര തിരിക്കും. എനിക്ക് ആ ഒരു സാധനം ഉണ്ട്. ഞാനിതില് എനിക്ക് ഇടാനുള്ള ഡ്രസ്സല്ലല്ലോ, പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ റേറ്റ് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ടർ ആവുന്നു. അല്ല, നമുക്കൊരു പണി ചെയ്യാം. എന്തായാലും പോകുമ്പോ നമുക്ക് കുറെ സാധനങ്ങൾ എടുത്തിട്ട് പോകട്ടോ.
എടുത്തിട്ട് പോയിട്ട് എന്ത് ചെയ്യാം, ഉറപ്പല്ലേ? നമുക്ക് കുറച്ച് മറച്ചടിച്ചാലോ എന്ന് ആലോചിക്കാല്. ഓ, എങ്ങനെയുണ്ട്? 2 കൂട്ടിയിട്ടാണോ? ആ 2, 1, 3, 0 ഒക്കെ കൂട്ടിയിട്ടോ. അല്ല നീതു, ഇനി അടുത്തത് നമ്മൾ ഏത് സെക്ഷനിലേക്കാ? ഏത് സെക്ഷനിലേക്കാണോ? ഇതൊന്നും ഒന്നുമല്ല, ഇനിയല്ലേ കാണാനിരിക്കുന്നത്. ഞാൻ മോർ എക്സൈറ്റഡ്. ഇത് നമുക്ക് നോക്കാൻ ഇനി റെഡി അല്ല, ഇതൊക്കെ ആക്കം വരാം. ഇനി ഒരുപാട് സംഭവമുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അതെ, കാരണം നോക്ക്, ഇപ്പൊ ഈ സെക്ഷനിൽ കുറെ എടുത്തെന്ന് വെച്ചാൽ അടുത്തടുത്ത് പോയി കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ആവൂലേ? അതാ പറഞ്ഞത്. അടുത്തത് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് എന്താന്ന് നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അടുത്തത് സാരി. നോക്കാം. സാരിയാണ് ഇവിടെ ഓപ്ഷൻ. ഞാൻ പറയുന്നു നൈറ്റി. പറയാൻ അവസരം കൊണ്ടാ. കിറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും കാണാം എന്താന്നുള്ളത്. സാരി സെക്ഷനാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി ആദ്യം ഇവിടെ സാരികള് ഇത് ഏതാ നമ്മൾ കാണിക്കുക? ഇത് ഏതാ കാണിക്കേണ്ടതെന്നാ, കാരണം ഇത് മൊത്തം അതന്നെയാണല്ലോ. ഇവിടെ എടുക്കണോ? ഇത് ഏതൊക്കെ സാരികൾ? സിൽക്ക് സാരി, സിൽക്ക് സാരികൾ, ബനാറസി, കാഞ്ചീപുരം, സോഫ്റ്റ് സിൽക്ക്, ഓർഗൻസ സിൽക്ക്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നു, അത് കാരണം ഞാനൊന്നും പറയുന്നില്ല. ഏത് സ്ഥലത്തെ ആ ട്രഡീഷൻ സാധനങ്ങളാണെങ്കിലും കിട്ടും. സൗത്ത്, നോർത്ത്, ഏത് വേണം. ഇപ്പൊ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ വെഡിങ് നടത്തുമ്പോ തന്നെ നോർത്ത് ഇന്ത്യൻ ടൈപ്പിൽ നടത്തുമല്ലോ, അപ്പൊ അവർക്കാണെങ്കിലും ഈ ഒരു സാധനം കിട്ടും. പിന്നെ എല്ലാ നമുക്ക് ഏത് ടേസ്റ്റ് ഉള്ളത്, ജസ്റ്റ് നമ്മളിവിടെ വരുമ്പോ നമ്മുടെ കസ്റ്റമറിന്റെ ഒരു ടേസ്റ്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഈ ഒരു സെക്ഷൻ 250 രൂപയാണ്. ഓ, സിൽക്ക് സാരി 250 രൂപയാണ് സ്റ്റാർട്ടിങ്. എന്താ ചെയ്യാ, ഞാനിവിടുന്ന് ഒരു ലോഡ് ഏറ്റപ്പോ കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? അങ്ങനെ നമ്മുടെ സിൽക്ക് സാരീസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സ്റ്റാർട്ടിങ് എങ്ങനെ വരുന്നത്? ഇത് 650 രൂപയിലാണ് ബ്രൈഡൽ കളക്ഷൻസ് വരുന്നത്. ബ്രൈഡൽ കളക്ഷൻ സിൽക്ക് സാരീസ് അല്ലേ? എങ്ങനെയുണ്ട് ടച്ച് ചെയ്ത് നോക്കിയിട്ട്? ഇത് സ്മൂത്ത് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ശരിയോ? സത്യം. നമ്മളങ്ങനെ സാരി എടുക്കാത്ത ആൾക്കാരായതുകൊണ്ട്. നമ്മളല്ല, നിങ്ങള്, ഞാനല്ലോ. അല്ല, നീ സാരി എടുക്കലില്ലല്ലോ. നീ സാരി എടുത്തിട്ടാണല്ലോ ഡെയിലി പോവാറ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നീ അല്ലേ പറഞ്ഞത് നമ്മള് സാരി ഉടുക്കുമ്പോ? അല്ല, നമ്മള് സാരി ഉടുക്കാറില്ലല്ലോ എന്നാ പറഞ്ഞത്. നീ സാരി ഉടുക്കാറില്ല നമ്മളെന്ന് പറയല്ലേ? നീ ഇവളല്ലേ, ഞാനല്ലല്ലോ. ഇത് കേൾക്കുന്ന ആൾക്കാർ സാരി എടുക്കാറില്ലല്ലോ. ഞാനല്ല, നീയല്ലേ സാരി പറയേണ്ടത്. നമ്മള് സാരി എടുക്കാറില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാവുമ്പോ നിനക്ക് സാരി ഉടുക്കാലോ? യെസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ? വെറുതെ അല്ല, ഇനി മുതൽ സാരി കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുമ്പോ നിനക്കൊരു സാരി ഞാൻ മേടിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ സിൽക്കിന്റെ സെക്ഷൻ. ഇനി അടുത്തത് എന്താണ്? അടുത്ത നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ കോട്ടൺ സാരീസ്. കോട്ടൺ സാരീസ്. കൊള്ളാമോ? നല്ല രസമില്ലേ? യെസ്. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത്? നമ്മൾ അതാണ് ഒന്ന് ഗസ് ചെയ്യാവോ? ഇതിപ്പോ അവിടെ ഈ കളറൊന്നും എന്തായാലും ഒരു അന്ന് 650 ആ റേഞ്ച് ആയിരിക്കും. 650? വെറും 125 രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ്. എന്നാ പിന്നെ ഇതെല്ലാം ഓരോ പീസ് പോരട്ടെ. ഓരോ പീസ് 4-5 അല്ല, എല്ലാം ഒരു പീസ് ആയിട്ടില്ല കേട്ടോ, എല്ലാം സെറ്റ് ആയിട്ട് വരും. കളർ ഡിഫറൻസ് കിട്ടൂല. ഇത് വന്നിട്ട് പ്രിന്റ് പ്യുവർ കോട്ടൺ, സുത്തി കോട്ടൺ സിൽക്ക്. കോട്ടൺ സിൽക്സ് കോട്ടൺ സിൽക്ക് അല്ല, പ്യുവർ കോട്ടൺ. പ്യുവർ കോട്ടൺ. പ്യുവർ കോട്ടൺ സിൽക്ക് ഇല്ല, പ്യുവർ കോട്ടൺ. നോർമൽ കോട്ടൺ റേറ്റ് വന്നിട്ട് ഒന്ന് ഗസ് ചെയ്യാം. ഗസ് 150 125. വെറും 102 രൂപയിലാണ് സ്റ്റാർട്ട്. കുറഞ്ഞ് എങ്ങോട്ടാ? എടോ, നിങ്ങൾ തന്നെ പറ, ഒരു ബിരിയാണിക്ക് നമ്മൾ 150 ഉറുപ്പ കൊടുക്കണം, അല്ലെങ്കിൽ എത്ര 200 ഉറുപ്പ കൊടുക്കണം അല്ലേ? ഒരു ബിരിയാണി തിന്നാൻ വേണ്ടിട്ട് അത്ര പോലും ഇല്ല സാരിക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാ. വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതെ, സത്യത്തിൽ കേട്ടോ. ഇനിയിപ്പൊ അടുത്ത നമ്മൾ ഇതിലേക്കാ. ഇനിയല്ല, അടിപൊളി സാധനം ഇരിക്കുന്നത് ഡിസൈനർ സാരീസ്. സാരി കഴിഞ്ഞിട്ടില്ലേ? എവിടുന്ന്? വാ, അങ്ങോട്ട് പോവാ. ഡിസൈനർ സാരി. ഓ നൈസ്. ഫുള്ള് നൈറ്റ് പാർട്ടിയിലൊക്കെ നല്ല കിഡിലനായിട്ട് പോകാൻ പറ്റും. അതെ, കിഡിലനായിട്ട് ഷോ ഓഫ് ചെയ്യാൻ പറ്റിയ സാധനം. അതെ, അതാണല്ലേ കറക്റ്റ്. സ്റ്റാർട്ടിംഗ് റേറ്റ് കേൾക്കണ്ടേ? വെറും 800 രൂപയിലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. ഡിസൈനർ സാരി. എന്താണ്? ഡിസൈനർ സാരി വെറും 800 സ്റ്റാർട്ടിങ്. ഓക്കെ, അതേപോലെ തന്നെ
ഇതേതാണ്? ഇത് കംപ്ലീറ്റ് നമുക്ക് പിന്നെ നോർത്ത് സൗത്ത് ഏത് ടേസ്റ്റ് വേണേലും പറഞ്ഞാൽ മതി. അത്തരത്തിലുള്ള വെറൈറ്റി ഓൺ ദ സ്പോട്ട്. ഓൺ ദ സ്പോട്ടിൽ റെഡി. അതായത് നമ്മള് സാധാരണ കണ്ടുവരുന്ന സാധനം മാത്രം നമ്മൾ ഇട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു വെറൈറ്റി ചേഞ്ചിന് വേണ്ടിട്ട് നോർത്ത് സാധനം നമുക്ക് ഇട്ട് പോകാൻ പരിപാടിക്കില്ലേ? അപ്പൊ എന്തെയ്യും, ആൾക്കാരുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കും നമ്മള്. പിന്നെ അല്ലാതെ നമ്മുടെ ബിസിനസ് എപ്പോഴും യുണീക്ക് ആയിരിക്കണം അല്ലെ? എല്ലാരെ പോലെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരിക്കലും ഇല്ല. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യണം എന്താ അറിയോ, എനിക്കും എന്തെങ്കിലുമൊക്കെ ഇതിന്റെ റിലേറ്റഡ് സ്റ്റാർട്ട് ചെയ്താലോന്നുണ്ട്. ഒരു കാര്യമുണ്ട്, സിംഗിൾ പീസ് ആയിട്ടില്ല, എടുക്കുമ്പോ ഇതുപോലെ ബൾക്ക് ഓർഡർ വേണം. അതെ, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാ പോരെ, ഹോൾസെയിൽ കൊടുക്കുമ്പോഴല്ലേ എത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവര് പ്രൊഡക്ഷൻ ഉള്ളതാണ് അല്ലേ? പിന്നെ നമ്മള് ഓൺ മാനുഫാക്ചറിങ്. ഓൺ മാനുഫാക്ചറിങ്, അതാണ് ഇവർ ഇത്രയും റേറ്റ് കുറവ് കിട്ടോ. അല്ലാതെ മറ്റേ നിങ്ങൾ വിചാരിക്കേണ്ട വേറെ രീതിയിൽ കൊടുക്കുന്നല്ല, ഓൺ മാനുഫാക്ചറിങ് ആണ്. ഇവിടുന്നാണ് അതിന്റെ മെയിൻ അല്ലേ? സൂറത്ത് അറിയപ്പെടുന്നതന്നെ ഡ്രസ്സിന്റെ ദിനം. പിന്നെ അല്ലാതെ ഡെയിലി വെയർ സാരീസ് വെറും 99 റുപ്പീസില്. ഈ സെക്ഷൻ മൊത്തം കാറ്റലോഗ് സാരീസ് ആട്ടോ. അത് കണ്ടില്ല, ബാക്കിലൊക്കെ ഇതുണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. ഈ എനിക്ക് തന്നെ പൊക്കിട്ട് വരികയായി സെറ്റ് ആട്ടോ ഇതൊക്കെ മൊത്തം. സോ ഈ കാറ്റലോഗ് സാരീസിന് വരുന്ന റേറ്റ് എത്രയാണെന്നറിയോ? വെറും 215 രൂപ. ഞാനെന്താ ചെയ്യാ, ഫുള്ള് റേറ്റ് കുറഞ്ഞിട്ടുള്ള സംഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് നാട്ടിൽ പോയി മറിച്ച് വിറ്റ നല്ല പൈസ ഉണ്ടാക്കാം. എനിക്ക് അതേ പറയാനുള്ളൂ. ഞെട്ടല്ലേ, സാരി കഴിഞ്ഞില്ല, ഇനിയും കഴിഞ്ഞില്ല എന്നാ പറയുന്നത്. അല്ല, സാരി കഴിഞ്ഞിട്ടില്ല, സാരി ഇനി ബുട്ടിക് ടൈപ്പ് അല്ലേ? കാണിച്ചത് ഇത്രയും നാളായി എനിക്ക് തന്നെ കൺഫ്യൂഷനാ. അപ്പോഴാണോ ഇവിടെ നമുക്ക് ബുട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര ആയിരിക്കും ഗസ് ചെയ്യാം? ഇതൊരു ടാസ്ക് ആയി മാറിയല്ലോ. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒരു 700-800. 700-800 അല്ല, വെറും 380 രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അത് വെറും 380 രൂപയില് ഇതാ ഇമാതിരി അടിപൊളി സാധനങ്ങളൊക്കെ. ഇതെന്ത് സാരി എന്നാ പറയുന്നതിന്? ഇത് നമുക്ക് ലിനൻ കോട്ടൺ ഉണ്ട്. ഈ ഒരു സെക്ഷനില് കോട്ടൺ ഉണ്ട്, ലിനൻ കോട്ടൺ ഉണ്ട്, പിന്നെ വെറൈറ്റി അല്ലേ ഈ ഇരിക്കുന്നത്. ഡോള സിൽക്ക് സൂപ്പർ കളക്ഷൻ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഡോള സിൽക്കിന്റെ വെറൈറ്റീസ് ആണ്. ഇത് മറിയ, നിന്റെ ഉമ്മക്ക് മറ്റേ ഇവിടെ ക്ലാസ്സിൽ പോകുമ്പോ ഇങ്ങനത്തെ സാധനം ടീച്ചേഴ്സിന് അടിപൊളിയായി, വർക്കിംഗ് വുമൻസിനൊക്കെ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ്. ഇതൊക്കെ നല്ല രസമുണ്ട്. എല്ലാത്തിന്റെ നമുക്ക് കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതാ ജസ്റ്റ് ചെയ്ത് നോക്കിയേ, നെക്സ്റ്റ് ഇനി വാവയ്ക്ക് വേണമെന്നല്ല പറഞ്ഞു. നമുക്ക് കിഡ്സ് വെയറിലേക്ക് പോവാം. ഞാൻ കിഡ്സ് ചോദിച്ചിട്ട് കുറെ നേരമായിട്ടോ. അതിന്റെ ഇടയിൽ വീണ്ടും സാരികളല്ല, സാരി കഴിയുന്നേ ഇല്ല. ചായ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ വന്ന് ഞാനിത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിക്കും, കുറച്ച് കുടിച്ചപ്പോൾ ചായ ഞാൻ കുടിക്കുന്ന ആളല്ല. ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാത്ത ആൾക്കാരാ. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ്. ശരിക്കും കർണാടകയിലും ഇങ്ങനെ ഉണ്ടാക്കി. ഇത് പാലിങ്ങനെ തിളപ്പിച്ച് അതിങ്ങനെ കുറുകി വരൂലേ? ഇത്ര ഒരു കപ്പ് കുടിച്ചാൽ മതി. സെറ്റാണ്. അതെ, കുട്ടികളെ ഗിഫ്റ്റ് സെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും, അവര് വീഡിയോ കോൾ ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സാധനങ്ങൾ നോക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടില്ലേ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കും, അതിന് സെലക്ട് ചെയ്യാൻ പറ്റും. കാറ്റലോഗ് ഒക്കെ ഉണ്ടാവില്ലേ? കാറ്റലോഗ് അയച്ചുതരും, അതിലും ഇതാക്കാൻ പറ്റും. കിഡ്സിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 19 രൂപക്കാട്ടോ. നമ്മളിപ്പോ ചെക്ക് ചെയ്ത് ഇത് കൊള്ളാല്ലേ? ജൈവമോൾക്ക്. പക്ഷെ ഇതൊന്നും സിംഗിൾ അല്ല കേട്ടോ, ഹോൾസെയിൽ ആണ്. അതുകൊണ്ട് സെറ്റ് ആയിട്ടോ കിട്ടുക. ഇത് കൊള്ളാല്ലേ, അടിപൊളി സാധനം. നല്ല രസമുണ്ട്, നല്ല ട്രെൻഡി ആയിട്ടുള്ള ആണല്ലേ? അത് ഓള് ഇങ്ങനത്തെ ടൈപ്പ് ഇല്ലാത്ത ടൈപ്പ്. അതെ, ഓള് ഇടാറില്ല. അതെ, ഇതൊക്കെ ഉണ്ടല്ലോ നൈറ്റീസ് കളക്ഷൻ ഒക്കെ വെറും 72 രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 72 രൂപയ്ക്കോ? കൊറേ എടുത്ത് കൊണ്ടുപോയാലോ? എല്ലാം എടുക്കാം, എല്ലാവർക്കും എടുക്കാം. ഉമ്മക്ക്, നിന്റെ മമ്മിക്ക്, എല്ലാവർക്കും. അതെ. ഇനി ഒരു കൊല്ലത്തേക്ക് ആരും നൈറ്റി ചോദിക്കരുത്. നൈറ്റിയോ സാരി ചോദിക്കരുത്, ചുരിദാർ ചോദിക്കരുത്, ഒന്നും ചോദിക്കരുത്. കാരണം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ചുള്ള കൊടുക്കുന്നുണ്ട്. ഇമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഡ്രസ് ഇല്ല കേട്ടോ. കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ്. തെറ്റില്ലേ? അല്ല നീതു, ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മക്കും കൂടി ഉള്ളത്. അയ്യോ, അത് കാണിച്ചില്ലല്ലേ? എന്നാ വാ, നമുക്ക് അവിടെ പോവാം. ഇനി അടുത്തത് നമ്മുടെ ആണുങ്ങളെ കുറച്ച് സാധനങ്ങളാട്ടോ.
ഇതാണ് നിങ്ങളുടെയൊക്കെ സെക്ഷൻ കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, കണ്ടപ്പോ തന്നെ കിട്ടില്ല സാധനം അല്ലേ. ഇപ്പൊ തന്നെ റോഷൻ എടുത്തോണ്ട് പോയല്ലോ. ഇത് ഞാൻ എടുത്തിരിക്കും, ഞാൻ ഇത് എടുത്തിരിക്കും മക്കളെ. കിട്ടില്ല സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്റ്റാർട്ടിങ് എത്ര വരുന്നത്? ഇത് സ്റ്റാർട്ടിങ് 180 റുപ്പീസ്, 180 രൂപ. 180 രൂപക്ക് സ്റ്റാർട്ടിങ്. ഞാൻ 3500 4000 രൂപക്കാണ് ഇങ്ങനത്തെ സാധനം പോയി എടുത്തിരുന്നത്. സത്യം. മറ്റേ ഹൽദിക്ക് എന്താ എടുത്ത സാധനം? അതെ, അതായത് കുർത്തക്കല്ലേ, മിറർ വർക്ക് കുർത്തകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 180ക്ക്, വെറും 150 രൂപക്കാണ്, 180 രൂപക്കാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റും. എനിക്കും അതെ. ഇത് നോക്കിയേ, വെറൈറ്റി ഐറ്റംസ്. ഇത് കിട്ടില്ലല്ലേ? സത്യം പറയാലോ, എനിക്ക് ഇപ്പോഴാണ് ഒരു ഉണർച്ച വന്നത്, സമാധാനം വന്നത്. കാരണം ഇവരെ സാധനങ്ങൾ മൊത്തം നോക്കണം, നമ്മളെ സംഭവം ഒന്നുമില്ല, നമ്മളെ ഭാഗത്തൊന്നും ഒന്നും വരുന്നില്ല. നമ്മക്കും ഉണ്ട്, ഞങ്ങളെ സെക്ഷനാണ് ഈ മൊത്തം സെക്ഷന്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ബൾക്ക് പർച്ചേസ്, അതായത് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ആഗ്രഹിക്കുന്ന, ചെയ്യാൻ നിൽക്കുന്ന, അങ്ങനെ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ കല്യാണത്തിന്റെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അജ്മീറ ഫാഷന് വരിക. സൂറത്ത് ഇത് ഡ്രസ്സിന് വേണ്ടി ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ ഇവര് ഓൺ പ്രൊഡക്ഷൻ അല്ലേ, ഓൺ പ്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും മെയിൻ സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാംഗ്വേജ് ഇഷ്യൂ ആയിരിക്കും. കാരണം ഇവരെ വിളിക്കുമ്പോൾ ഹിന്ദി സംസാരിക്കോ, ഹിന്ദി അറിയില്ല, നമ്മള് ഇംഗ്ലീഷ് എന്താ ആകെ അൽക്കുട്ടാവുന്ന ചിന്ത ഉണ്ടോ, അത് വേണ്ട. നീതു ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇതുപോലെയുള്ള ആൾക്കാരുടെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടായിക്കോട്ടെ, അല്ലാതെ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ സംസാരിക്കാനൊക്കെ ആൾക്കാരുണ്ട് അല്ലേ. എന്താ ചെയ്തു 2 വാക്ക് പറഞ്ഞ്, എന്താണ് നിങ്ങൾ അജ്മീർ ഫാഷനെ കുറിച്ച് ഇതേപോലെ തന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും? ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ലാംഗ്വേജ് ഇഷ്യൂസ്, കാരണം കേരളത്തിൽ നിന്ന് ഇവിടെ വരുമ്പോ ഒത്തിരി ചതിപ്പിട്ട് അങ്ങനത്തെ കുറെ കാശൊക്കെ പോയി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനായിട്ട് ഞങ്ങൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്സ്, അതാണ് ഏറ്റവും ഫസ്റ്റ്. ഇപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത് ഇവിടെ സേഫ് ആയിട്ടുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ്, ഇപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ കൊണ്ട് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഹോട്ടലാണ് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അതാണ് സംഭവം. അതേപോലെ തന്നെ നിങ്ങൾ മറ്റേ ഇത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റ് ഷിപ്പ് ചെയ്ത് കൊടുക്കും. നമുക്കിനിപ്പോ പ്രോഡക്ട്സ് ഇപ്പൊ ആഡ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പൊ നമ്മുടെ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ നമ്മൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് അവർ കറക്റ്റ് വീഡിയോ കോൾ അനുസരിച്ച് നമ്മൾ ഓൺലൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും അജ്മീറ ഫാഷന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. അതിൽ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാ, വിളിച്ചേക്കാം. ഇനിയിപ്പോ അത് മാത്രമല്ല, വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഡ്രസ്സിന്റെ ബിസിനസ് ഒക്കെ തുടങ്ങാനും നിങ്ങൾക്ക് പറ്റുട്ടോ. ഇവരെ വിളിച്ചാൽ മതി, ഇവർ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തന്നോളൂ, നിങ്ങളൊരു പ്രാപ്തനാക്കി തന്നോളൂ വരും അല്ലേ. അപ്പൊ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, ഇപ്പൊ തന്നെ നിങ്ങൾ വിളിച്ചോളി. അപ്പൊ എന്തായാലും നിങ്ങളെ ഈ ഡ്രസ്സുകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കല്യാണമുള്ള ആൾക്കാരോ, അല്ലെങ്കിൽ ഇതിന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ. നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യണേ. ബൈ.